പാർട്ടിയുടെ 23ാം കോൺഗ്രസ് 6-ാം തീയതി മുതൽ കണ്ണൂരിൽ ആരംഭിക്കുകയാണ്. പാർട്ടി കോൺഗ്രസിന്റെ പൊതുസമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനുള്ള രക്തപതാകയാണ് അനശ്വര രക്തസാക്ഷികളുടെ സ്മരണകളിലെത്തുന്ന വയനാട്ടിൽ നിന്നും നമ്മുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എം എ ബേബി ഇന്നലെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത് അത്ലറ്റുകൾ റിലേയായി ഇപ്പോൾ ഇവിടെ വടക്കാഞ്ചേരിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ രാവിലെ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥ പാലക്കാട് ജില്ലയിലൂടെ വൈകുന്നേരം മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ച് മലപ്പുറത്ത് നാളെ സമാപിക്കും. തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി 5-ാം തീയതി കണ്ണൂരിൽ പ്രവേശിക്കുകയും അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണകളിലെത്തുന്ന കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് PK ശ്രീമതി ടീച്ചറുടെ നേതൃത്വത്തിൽ കണ്ണൂരിലേക്ക് പ്രയാണം ആരംഭിക്കുന്ന കൊടിമര ജാഥ പതാക ജാഥയുമായി സംഗമിച്ച് പൊതുസമ്മേളന നഗരിയിൽ പാർട്ടി PB അംഗവും സംഘാടക സമിതിയുടെ ചെയർമാനുമായ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി പതാക ഉയർത്തുകയും ചെയ്യും. 23ാം പാർട്ടി കോൺഗ്രസാണ് ഇപ്പോൾ കണ്ണൂരിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ പാർട്ടിയെയും നമ്മുടെ രാജ്യത്തെയും സംബന്ധിച്ചിടത്തോളം ഏറെ സവിശേഷതകളുള്ള പ്രാധാന്യമുള്ള പാർട്ടി കോൺഗ്രസാണ് നടക്കാൻ പോകുന്നത്. 1943-ലായിരുന്നു പാർട്ടിയുടെ 1-ാം കോൺഗ്രസ്. അത് ബോംബെയിൽ വെച്ചാണ്. 1943 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രിട്ടനെതിരായ സ്വാതന്ത്ര്യ സമര പോരാട്ടം രാജ്യമെമ്പാടും ആർത്തിരമ്പുന്ന ഒരു കാലഘട്ടമാണ്. ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് ചികയുന്ന ചിലരുണ്ട്. അതിൽ പലരും മറുപടി അർഹിക്കാത്തല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കപ്പെട്ടത് ഒരു സ്വാതന്ത്ര്യ സമര സംഘടനയായിട്ടേ ആയിരുന്നില്ല. ഡഫറിൻ പ്രഭുവിന്റെ അനുവാദത്തോടെ, അദ്ദേഹത്തിന്റെ പ്രേരണയോടെ അലനട്ടോറിയസ് ഗ്രൂപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ അതൊരു സ്വാതന്ത്ര്യ സമര സംഘടനയല്ല, ഇന്ത്യയിലെ മധ്യവർഗക്കാരുടെയും ബുദ്ധിജീവികളുടെയും എല്ലാം ഒരു കൂടിയാലോചനാ വേദി മാത്രമാണ്. അങ്ങനെയുള്ള കോൺഗ്രസിനെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാക്കി മാറ്റിയത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇത് പറയുമ്പോൾ ചിലർ നെറ്റിത്തുടിക്കും, പക്ഷെ സത്യമാണ്. കോൺഗ്രസിനെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാക്കി മാറ്റിയത്, വളർത്തിയത്, വികസിപ്പിച്ചത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്ത്യയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർ നമുക്കെല്ലാം അറിയുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് കോൺഗ്രസിലൂടെ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നില്ല. 1921 അലഹബാദ് AICC സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാവണം എന്ന പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. ആ പ്രമേയത്തിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനിയായി. എന്നാൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച സാക്ഷാൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ആ പ്രമേയം അംഗീകരിക്കപ്പെടാതെ പോവുകയാണ് ചെയ്തത്. ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാനാവും. അന്നും തുടർന്നു ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ആശയ സമരം കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ് പാർട്ടിയിൽ തുടർന്നു. അക്കാലത്ത് നടന്ന AICC സമ്മേളനങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉയർത്തിപ്പിടിക്കുന്ന വിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ കോപ്പികൾ വിതരണം ചെയ്യുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദശാബ്ദം കോൺഗ്രസ് പാർട്ടിക്കകത്തും പുറത്തും കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ആശയ സമരത്തിന്റെ തുടർച്ചയിലാണ് 1930 അഹമ്മദാബാദ് AICC ആകുമ്പോഴേക്ക് കോൺഗ്രസിന്റെ ലക്ഷ്യം സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന പ്രമേയം അവർക്ക് അംഗീകരിക്കേണ്ടതായി വന്നു. എന്ന് വെച്ചാൽ 10 കൊല്ലം മുൻപേ കോൺഗ്രസിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിയ നിലപാട് പിന്നീട് ഒരു 10 കൊല്ലത്തിന് ശേഷം കോൺഗ്രസ് അംഗീകരിച്ചു. അങ്ങനെ പടിപടിയായി കോൺഗ്രസിനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമിയിലേക്ക് കൈപിടിച്ച് നടത്തിയത് കോൺഗ്രസിനകത്ത് അന്ന് പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായും നാം ഇന്ത്യയിൽ പ്രവർത്തിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ പാർട്ടി കോൺഗ്രസിന്റെ കഥ പറഞ്ഞത്.
132 പ്രതിനിധികളാണ് ഒന്നാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ 43 ചേരുമ്പോഴുള്ളത്. അതിൽ 100-ലധികം ആളുകൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായി ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങി വന്നവരായി. 132 സമ്മേളന പ്രതിനിധികളിൽ 100-ൽ പരം ആളുകളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കാരാഗ്രഹവാസം അനുഷ്ഠിച്ച് പുറത്തിറങ്ങി വന്ന ജയിൽ വിമോചിതരായിരുന്നു. അവരനുഭവിച്ച തടവ് ശിക്ഷയുടെ ആകെ കാലയളവ് കൂട്ടിയാൽ 411 വർഷം വരും എന്നാണ് കണക്ക്. ശരാശരി 4 കൊല്ലമെങ്കിലും ബ്രിട്ടന്റെ തടവറയിൽ കിടന്നവരായിരുന്നു ആദ്യ പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളിൽ 90% എന്നതാണ് വസ്തുത. കാലം പിന്നെയും കടന്നുപോകുന്നു. 47-ൽ ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ സഖാവ് AKG ജയിലിനകത്തായി. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പുലരി ഈ രാജ്യമെമ്പാടും വലിയ ആഘോഷങ്ങൾക്ക് വഴിമരുന്നിടുമ്പോൾ സെൻട്രൽ ജയിലിന്റെ ഇരുണ്ട ഇടനാഴികൾക്കകത്ത് കിടന്ന് സ്വാതന്ത്ര്യ പുലരിയെ വരവേൽക്കേണ്ടി വന്ന വിപ്ലവകാരിയാണ് AKG. ജയിലിൽ കിടന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനം അദ്ദേഹം ആഘോഷിച്ചത്. AKGയെ പോലെ മറ്റു നിരവധി സഖാക്കൾ തുടർച്ചയായി പിന്നീട് നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് വേട്ട ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. 1964-ൽ CPIM എന്ന നിലയിൽ നാം പ്രവർത്തനം ആരംഭിക്കും. ഞാൻ ആ ചരിത്ര വിശദാംശങ്ങളിലേക്കാകെ കടന്നു പോകുന്നില്ല. 1964-ലെ CPIM-ന്റെ ആദ്യ പോളിറ്റ് ബ്യൂറോ 9 പേരാണ്. ആദ്യത്തെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് സുന്ദരയ്യയായിരുന്നു. സുന്ദരയെയും PT രണദിവയെയും M ബസവപുന്നെയും EMS-ഉം AKGയും ഹർകിഷൻ സിംഗ് സുർജത്തും പ്രമോദ് ദാസ് ഗുപ്തയും ജ്യോതി ബസുവും P രാമമൂർത്തിയും ഇവരടങ്ങുന്ന ഈ 9-അംഗ പോളിറ്റ് ബ്യൂറോ ഈ 9 പേര് ബ്രിട്ടനെതിരായ പോരാട്ടത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവരായിരുന്നു. ഈ 9 പേരും കൂടി അനുഭവിച്ച ശിക്ഷാ കാലയളവ് കൂട്ടിയാൽ 6 പതിറ്റാണ്ട് വരും, 60 കൊല്ലം. അതാണ് CPIM-ന്റെ പൈതൃകം. CPIM-ന്റെ ആദ്യ പോളിറ്റ് ബ്യൂറോ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ നേതൃത്വമായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച ഏക രാഷ്ട്രീയ പാർട്ടി CPIM ആണ് എന്ന് പറയാൻ കഴിയും. ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ എന്നാൽ മതനിരപേക്ഷത, അഴിമതി വിരുദ്ധത, സാമ്രാജ്യത്വ വിരോധം, ഇതെല്ലാം ഒരു തുള്ളിയും വെള്ളം ചേർക്കാതെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പാരമ്പര്യം, രാഷ്ട്രീയം CPIM-ന്റേതാണ്. അങ്ങനെ കാലം കടന്നു പോകവേ ഇപ്പോ 23-ാം പാർട്ടി കോൺഗ്രസിൽ നാം എത്തി നിൽക്കുകയാണ്. 23-ാം പാർട്ടി കോൺഗ്രസിലെത്തുമ്പോൾ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വളരെയേറെ സങ്കീർണമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആനുകാലിക ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സവിശേഷതകളെ കുറിച്ചെല്ലാം നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണിയുടെ കൺവീനറുമായ സഖാവ് വിജയരാഘവനും മറ്റു സഖാക്കളും ഇതിനോടകം ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം പ്രതിസന്ധികളെ നേരിടുന്നു എന്നത് എല്ലാ പൊതുയോഗങ്ങളിലും ഒരുപക്ഷെ നമ്മൾ ആവർത്തിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ എല്ലാ കാലത്തും രാജ്യം അഭിമുഖീകരിച്ചിട്ടുള്ള പ്രതിസന്ധികളിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്, അപകടത്തിലാക്കുന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ ഉയരുന്ന മൗലികമായ ചോദ്യം പെട്രോളിന് വില കുറയ്ക്കുമോ എന്നതല്ല, പാചകവാതകത്തിന് വില കുറയ്ക്കുമോ എന്നുള്ളതല്ല, പൊതുമേഖല ഇനിയും വിൽക്കുമോ എന്നുള്ളതല്ല. മൗലികമായ ചോദ്യം ഇന്ന് കാണുന്നത് പോലെ ഇന്ത്യ നാളെയും ഉണ്ടാകുമോ? ഇതാണ് ചോദ്യം. ഈ രാജ്യം നാളെയും നിലനിൽക്കുമോ? ഇതാണ് ചോദ്യം. ബാക്കിയെല്ലാം പ്രസക്തമാണ്, പക്ഷെ മൗലിക ചോദ്യം ഇതാണ്. എന്തുകൊണ്ട് ഇന്ത്യ നിലനിൽക്കുന്നത് ചില ആധാരശിലകളിന്മേലാണ്. ഇന്ത്യയുടെ അടിത്തറ അത് ജനാധിപത്യം എന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാളുപരി മതനിരപേക്ഷതയാണ്, സെക്യുലറിസമാണ്. മതനിരപേക്ഷതയില്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാനാവില്ല. ബഹുസ്വരതയുടെ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ. അതെല്ലാം ഒരുപാട് സമയമെടുത്തൊന്നും ഇവിടെ ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. ലോകത്തിൽ എവിടെയും ഇല്ലാത്ത ജാതിമത വിഭാഗങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മതവിഭാഗം, ഏറ്റവും ചെറിയ ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷ സമുദായത്തിൽ, ന്യൂനപക്ഷ മതത്തിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങളുടെ എണ്ണമെടുത്താൽ ലോകത്തിലെ പല രാജ്യങ്ങളിലെയും ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ വരും.
അതാണ് പ്രത്യേകത. ലോകത്തിലെ പല രാജ്യങ്ങളിലും ആകെയുള്ള ജനങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിന്റെ ജനവിഭാഗങ്ങളുടെ എണ്ണം. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം എന്ന് പറയുമ്പോഴും അത്രയധികം എണ്ണത്തിൽ കൂടുതൽ നമ്മുടെ രാജ്യത്ത് ആളുകളുണ്ട്. സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, ഹൈന്ദവർ, ഇതെല്ലാം ചേരുന്നതാണ് ഇന്ത്യ. ഇവരുടെ എല്ലാം രാഷ്ട്രമാണ് ഇന്ത്യ. അതാണ് പ്രത്യേകത. ഇന്ത്യ ആരുടേത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ HV കാമത്ത് ഒരിക്കലൊരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കേണ്ടത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ദൈവനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ ആരംഭിക്കണം. ഈ വാദഗതി മുൻപോട്ട് വെച്ച് അദ്ദേഹം ഇരുന്ന ശേഷം അദ്ദേഹം ഉയർത്തിയ വാദഗതികളെ ഖണ്ഡിച്ചുകൊണ്ട് ഹൃദയനാഥ് കുൻസുറുവാണ് പിന്നീട് പ്രസംഗിച്ചത്. അദ്ദേഹം ഈ പ്രശ്നത്തെ ഏറ്റവും ഗംഭീരമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അദ്ദേഹം ഈ ചോദ്യം ഉന്നയിക്കുന്നു, ഇന്ത്യ ആരുടേതാണ്? അതിന് കുൻസുറു പറയുന്ന മറുപടി, ഇന്ത്യ ഈ നാട്ടിലെ, ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടേതുമാണ്. വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും എല്ലാ മതത്തിൽപ്പെട്ടവരുടെയും ഒരു മതവും ഇല്ലാത്തവരുടെയും എല്ലാമാണ് ഇന്ത്യ. ഇന്ത്യയിലുള്ള മനുഷ്യരാരോ അവരുടേതാണ് ഇന്ത്യ. അപ്പൊ ദൈവനാമത്തിൽ എഴുതിയാലുള്ളൊരു തകരാറെന്താണ്? വിശ്വാസി അല്ലാത്ത ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ രാജ്യമല്ല എന്ന് തോന്നും. ഇത് വിശ്വാസികളുടെ രാജ്യമാണ്. അപ്പോ വിശ്വാസി അല്ലാത്ത ഞാൻ ഈ രാജ്യക്കാരനല്ല, ഇതെന്റെ രാഷ്ട്രമല്ല എന്ന തോന്നലുണ്ടാവും. അതുകൊണ്ട് എല്ലാ മതങ്ങളും എല്ലാ ജാതികളും ഏത് ഭാഷ സംസാരിക്കുന്നവരും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം തുല്യാവകാശമുള്ളതാണ് ഇന്ത്യ. ജനസംഖ്യയുടെ എണ്ണത്തിന്റെ കാര്യത്തിലോ അധികാര കേന്ദ്രങ്ങളിലെ സ്വാധീനത്തിന്റെ കാര്യത്തിലോ ഈ രാജ്യം വിഭജിക്കാനോ ആർക്കെങ്കിലും തീരെഴുതി കൊടുക്കാനോ കഴിയില്ല. ഇന്ത്യ മുഴുവൻ ഇന്ത്യക്കാരുടേതുമാണ്. ആ വാദഗതിയെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തന്നെയായി മാറിയത്. അതോടൊപ്പം ആർക്കും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്ത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഭരണഘടനയിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചത്? എഴുതി വെച്ചില്ലെങ്കിലും ഇന്ത്യ മതനിരപേക്ഷമാണ്. ഒരുപക്ഷെ ഭരണഘടനാ ശില്പികൾ അവരുടെ ദീർഘദർശനത്തിന്റെ ഉദാഹരണമായിരിക്കാം അത്. ഏറെക്കാലം കഴിയുമ്പോൾ മതനിരപേക്ഷതയുടെ ശത്രുക്കൾ നമ്മുടെ രാജ്യഭാരത്തിൽ വന്നാലും ഈ എഴുതി വെച്ചത് വായിച്ചിട്ടെങ്കിലും ഇന്ത്യയുടെ ചരിത്രപരമായ സവിശേഷതകൾ തിരിച്ചറിയട്ടെ എന്നവർ കരുതിയിട്ടുണ്ടാവാം. എന്നാൽ മതനിരപേക്ഷത എന്ന ആശയത്തെ, ഇന്ത്യയുടെ അടിസ്ഥാന ശിലയെ അംഗീകരിക്കുന്നവരല്ല RSS. RSS മതനിരപേക്ഷതയ്ക്കെതിരാണ്. 925 RSS രൂപീകരിക്കപ്പെടുന്നത്. 1923 ആൻഡമാൻ ജയിലിൽ നിന്ന് 6ാമത്തെ മാപ്പപേക്ഷയ്ക്ക് ശേഷം വിമോചിതനായ സവർക്കർ ദ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന തന്റെ ഏറ്റവും അപകടകരമായ ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയുടെ പുസ്തകം രചിക്കുന്നത്. ആ പുസ്തകം സവർക്കർ എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഹെഡ്ഗവാർ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലെത്തി സവർക്കറെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നേരെ പോയി RSS രൂപീകരിക്കുന്നത്. ആ RSS ഉയർത്തിപ്പിടിക്കുന്നത് മതനിരപേക്ഷതയല്ല, മതരാഷ്ട്രവാദമാണ്. മതരാഷ്ട്രം, അതാണ് RSSന്റെ ലക്ഷ്യം, RSSന്റെ സ്വപ്നം. ആ ലക്ഷ്യം ഉയർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കാലയളവിൽ അവർ ഏറ്റെടുത്തിട്ടുള്ളത്. ആ മതരാഷ്ട്രത്തിന്റെ സ്വഭാവം എന്താണ്? രൂപഭാവങ്ങൾ എന്താണ്? രണ്ടാമത്തെ RSSന്റെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കർ വിചാരധാര എന്ന RSSന്റെ സൈദ്ധാന്തിക ഗ്രന്ഥം, അതാണ് RSSന്റെ വഴികാട്ടിയായ പുസ്തകം. RSS പരമപൂജനീയ പുണ്യഗ്രന്ഥമായി കണക്കാക്കുന്നത് വിചാരധാരയാണ്. 52 അധ്യായവും 4 ഭാഗങ്ങളുമുള്ള സാമാന്യം വലിയ ഒരു പുസ്തകമാണ് വിചാരധാര. ഞാനതിലേക്കാകെ കടന്നു പോകുന്നില്ല. ആ വിചാരധാരയിൽ ആരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് RSS എഴുതി വെച്ചിരിക്കുക. അഭ്യന്തര ഭീഷണികൾ എന്നാണ് തലക്കെട്ട്. 19, 20, 21 അധ്യായങ്ങൾ.
19-ാമത്തെ അധ്യായത്തിൽ RSS പറയുന്നു മുസ്ലിങ്ങൾ അതാണ് ഇന്ത്യയുടെ ഭീഷണി. 20 ക്രൈസ്തവർ, 21 കമ്മ്യൂണിസ്റ്റുകൾ. ഈ 3 ഇന്ത്യയുടെ ശത്രുക്കളെ തീരുമാനിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. 4ാമത് ഒന്നുകൂടിയുണ്ട്. അത് ഗോൾവാൾക്കറുടെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, പക്ഷെ RSSന്റെ പ്രയോഗത്തിലുടനീളം അതുണ്ട്. ആ 4ാമത്തെ ശത്രു ഇന്ത്യയിലെ ദളിതരാണ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും ഇന്ത്യയുടെ ശത്രുക്കളായി കണക്കാക്കുന്ന ഈ 4 കൂട്ടരുമില്ലാത്ത ഒരു രാജ്യം സ്വപ്നം കാണുന്ന ഏറ്റവും അപകടകാരിയായ, അറപ്പോടെ അകറ്റി നിർത്തേണ്ട, വെറുപ്പോടെ ആട്ടിയോടിക്കേണ്ട ഒരു കൂട്ടരാണ് RSS എന്ന് മനസ്സിലാക്കിക്കോളും. നിർഭാഗ്യവശാൽ അവരുടെ കയ്യിലാണ് ഇപ്പോൾ രാഷ്ട്രീയ അധികാരമുള്ളത്. ഈ 4 കൂട്ടരെ കശാപ്പ് ചെയ്യണമെന്നാണ്, തുടച്ചു നീക്കണമെന്നാണ്, ഇന്ത്യക്ക് വെളിയിലാക്കണമെന്നാണ്. അങ്ങനെ ഒരു രാജ്യം ഉണ്ടായാൽ എങ്ങനെയിരിക്കും? കോടാനുകോടി മനുഷ്യരുടെ ശവപ്പറമ്പായി ഇന്ത്യ മാറില്ലേ? ഇന്ത്യ പിന്നെ നിലനിൽക്കും? അതാണ് ഞാൻ ചോദിച്ചത്. ഈ രാഷ്ട്രം നിലനിൽക്കുമോ എന്നതാണ് ചോദ്യം. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഈ മതരാഷ്ട്ര നിർമ്മിതിയുടെ ആദ്യ ചുവടുവയ്പായി. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സമാധാനവും തകർത്ത് ഈ ബഹുസ്വരതയെ, വൈവിധ്യത്തെ ഇല്ലാതാക്കി സാധാരണക്കാരായ സാഹോദര്യമുള്ള മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുടെ, വിരോധത്തിന്റെ, വിദ്വേഷത്തിന്റെ മതിൽക്കെട്ടുകൾ തീർത്ത് ഈ രാജ്യത്തെ മനുഷ്യന്റെ ശവശരീരവും ചോരയുമെല്ലാം ചിതറിക്കിടക്കുന്ന ഒരു കലാപഭൂമിയാക്കാനാണ് RSSന്റെ വർഗീയ ഭ്രാന്തന്മാർ ലക്ഷ്യം വെക്കുന്നത്. ആ വർഗീയതക്കെതിരായ പോരാട്ടം ഇന്ന് ഇന്ത്യയിൽ വിട്ടുവീഴ്ചയില്ലാതെ ഏറ്റെടുക്കേണ്ട പോരാട്ടമാണ്. മലയാളികളെ ആകെ വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ അണിനിരത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ കേരളത്തിലെ സഖാക്കൾക്കുണ്ട്. RSS അവരുടെ കർമ്മ പദ്ധതിയുമായി മുൻപോട്ട് പോകുമ്പോൾ അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന മറ്റൊരു കൂട്ടർ കൂടെയുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയ, പോപ്പുലർ ഫ്രണ്ടാണ്, മുസ്ലിം ലീഗുമാണ്. ഇസ്ലാമിക വർഗീയതയെ വളരെ ആസൂത്രിതമായി ഈ മണ്ണിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടുവരികയാണ്. ഒരു ഭാഗത്ത് RSS, മറുഭാഗത്ത് ഈ കൂട്ടർ മനുഷ്യർക്കിടയിൽ വർഗീയതയുടെ വിത്ത് വിതച്ച് വെള്ളം കിടക്കാത്ത അറകൾ എന്ന പോലെ മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാകുമോ? അതാണ് നോക്കുന്നത്. അങ്ങനെ നേട്ടമുണ്ടാക്കിയതാണ് RSS ഗുജറാത്ത്, പിന്നീട് അതുവഴി ഇന്ത്യ. സമൂഹം ഇങ്ങനെ വിഭജിക്കണമെന്നത് RSSന്റെ ആഗ്രഹമാണ്. RSSനെ സഹായിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരനും പോപ്പുലർ ഫ്രണ്ടുകാരനും എല്ലാം ചെയ്യുന്നത്. വർഗീയത ശക്തിപ്പെടണം. അപ്പൊ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളായിക്കോട്ടെ, RSSന് ഒരു പ്രയാസവുമില്ല. കാരണം മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെ കൂടി വർഗീയവാദിയാക്കുക എന്നതാണ് RSSന്റെ ലക്ഷ്യം. അപ്പൊ RSSന്റെ വർഗീയവൽക്കരണത്തെ സഹായിക്കുകയേ ഉള്ളൂ ഇപ്പുറത്തുള്ള വർഗീയവൽക്കരണം. അങ്ങനെ എല്ലാവരും വർഗീയതയുടെ സ്പർശമേറ്റവരായി മാറിയാൽ എണ്ണത്തിൽ കൂടുതൽ RSSന് അനുകൂലമാകും എന്ന കണക്കുകൂട്ടലാണുള്ളത്. ഇവിടെ മാനവികതയുടെ നിലപാടുകൾ ഉയർത്തി മനുഷ്യ സ്നേഹത്തിന്റെ മഹാഗാഥകൾ സൃഷ്ടിച്ച് ജാതിക്കും മതത്തിനും എല്ലാ മനുഷ്യരും സജ്ജരാകണം. ഇപ്പൊ ചില ആളുകൾ പറയും, നിങ്ങൾ RSSനെതിരെയാണല്ലോ കൂടുതൽ പ്രസംഗിക്കുന്നത്. അപ്പൊ വേറെ ഏതെങ്കിലും വർഗീയതയോട് ഇത്തിരി അയവേറിയ സമീപനമുണ്ടോ? ഇല്ല. വർഗീയത എന്ന ആശയമാണ് അപകടം. പ്രസംഗിക്കുമ്പോൾ RSSനെതിരെ കുറച്ച് കൂടുതൽ പറയും. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അവരാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസാരഥ്യത്തിൽ ഈ വർഗീയ ഭ്രാന്തന്മാരെത്തിയിരിക്കുന്നു. അത് നിസ്സാരമല്ല. അതിന്റെ ആഴത്തിലും പരപ്പിലും കണ്ട് വിമർശിച്ച് എതിർത്ത് മതനിരപേക്ഷതയെ ഭരണകേന്ദ്രത്തിൽ എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട്. മറുഭാഗത്തുള്ള വർഗീയതയോ ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും പോലും പഞ്ചായത്തിൽ പോലും ഭരണത്തിൽ വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ സമയം ചിലപ്പോൾ RSSനെ വിമർശിച്ചെന്നിരിക്കും. അത് ഇവരോടെന്തെങ്കിലും ഇത്തിരി ഇളവുള്ളത് കൊണ്ടല്ല. ഇവരാണ് ഇന്ത്യയിൽ അധികാരത്തിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇതേ അപകടം ഇവിടെയുണ്ട്. എന്നാൽ വർഗീയത എന്ന ആശയമാണ് അപകടകരമെന്ന്, ആ ആശയത്തിന്റെ അംഗസംഖ്യ എണ്ണി നോക്കി മാത്രം കണക്കിലെടുക്കേണ്ടതല്ലെന്നും, എന്നാൽ രാജ്യത്ത് അധികാരത്തിലെത്തിയിട്ടുള്ള വർഗീയതയെ കൂടുതൽ ശക്തിയായി എതിർക്കേണ്ടതുണ്ട് എന്നും കമ്മ്യൂണിസ്റ്റുകാർ ശരിയായി തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ
മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിക്കൊണ്ട് ഈ വർഗീയ അതിക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള വലിയ മുന്നേറ്റം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ചരിത്രപരമായ ബാധ്യത കോൺഗ്രസിനുണ്ട്. പക്ഷേ ആ ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല. കോൺഗ്രസ് മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉപേക്ഷിച്ചിരിക്കുന്നു. പണ്ഡിറ്റ് നെഹ്റു മതനിരപേക്ഷവാദിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നെഹ്റു ജീവിച്ചിരിക്കില്ല. നെഹ്റുവിനോടൊപ്പം നെഹ്റുവിന്റെ മതനിരപേക്ഷതയും കോൺഗ്രസിൽ മരിച്ചുപോയി. ഇപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാർ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഏന്തുന്നില്ലെന്ന് മാത്രമല്ല, വർഗീയതയുടെ ഓരം ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു BJPയുടെ ബി ടീമാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മൃദുവർഗീയതയെ കൊടിയടയാളമായി സ്വീകരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസുകാരുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസുകാർ ഒരിക്കലും CPM-ന്റെ ശത്രുക്കളല്ല. രാഷ്ട്രീയമായ വിയോജിപ്പൊന്നല്ലാതെ നമുക്കിടയിൽ ശത്രുത. പക്ഷേ ഗാന്ധിയൻ മൂല്യങ്ങളിൽ, നെഹ്റുവിന്റെ മതനിരപേക്ഷതയിൽ, ദേശീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ വിശ്വാസമുള്ള കോൺഗ്രസുകാരുണ്ടെങ്കിൽ അവർ ഗൗരവമായി ചിന്തിക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വരുന്ന വാർത്ത എന്താണ്? മൃദു ഹിന്ദുത്വ ലാളന ഉപേക്ഷിക്കണം, വർഗീയതയുടെ ഓരം ചേർന്ന് നിന്നാൽ ഇന്ത്യയിലെ കോൺഗ്രസിന് ഭാവിയില്ല എന്ന് പറഞ്ഞത് ആനന്ദ് ശർമ്മയാണ്. സമാനമായ വിമർശനം കപിൽ സിബൽ നടത്തി. അങ്ങനെ പലരും പുറത്തു വരുന്ന വാർത്തകൾ അത്രമാത്രം മതനിരപേക്ഷ ചിന്താഗതിക്കാരെ നിരാശപ്പെടുത്തുന്നതാണ്. മേഘാലയ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമാണ്, ഒരു ചെറിയ സംസ്ഥാനം. ആ മേഘാലയയിൽ കോൺഗ്രസും BJPയും ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളായി മാറിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? MDA എന്നാണ് പേര്. MDMA അല്ല, MDA, മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ്. ഇന്ത്യ ഭരിക്കുന്ന RSS സഖ്യത്തിന്റെ പേര് MDA, ഒരക്ഷരത്തിന്റെ വ്യത്യാസമുണ്ട്. മേഘാലയയിൽ MDA, മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ്. അതിലെ ഒരു ഘടകകക്ഷി കോൺഗ്രസ്, മറ്റൊരു ഘടകകക്ഷി BJP. ഒരേ മുന്നണിയിൽ രണ്ട് ഘടകകക്ഷികൾ. ഇതാണ് കോൺഗ്രസിന്റെ വർത്തമാനകാല സ്ഥിതി. നാളെ NDAയിലെ ഒരു ഘടകകക്ഷിയായി കോൺഗ്രസ് മാറില്ല എന്ന് ആർക്കാണ് ഉറപ്പു പറയാനാവുക? ഇതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. അത് ദേശീയ തലത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിലെ സ്ഥിതി പറയുകയും വേണ്ട. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നോക്കൂ. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരർദ്ധ BJPക്കാരനും പൂർണ്ണ ഗുണ്ടയുമായ ഒരാൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കേരളത്തിൽ വന്നിരിക്കുകയാണ്. പുള്ളിയാണ് കേരളത്തിലെ കോൺഗ്രസ്. പുള്ളിയെന്നെ പറഞ്ഞത്, എനിക്ക് യോജിക്കാൻ തോന്നിയാൽ ഞാൻ BJPയോടൊപ്പം പോകുന്നതാണോ? ഇന്ന് പോകുമോ നാളെ രാവിലെ പോകുമോ? ആ തർക്കം മാത്രമേ ഉള്ളൂ. പോകുന്നുള്ള കാര്യമാകും. എപ്പോ പോകും അത് നമുക്കറിയാം. പരിഹാസ്യമായി, അപഹാസ്യമായി ജനങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും കോൺഗ്രസ്. രാജ്യത്ത് മാത്രമല്ല, കേരളത്തിലും കോൺഗ്രസ്. കേരളത്തിലെമ്പാടും ഇപ്പോ വളരെ പ്രകടമായി കാണുന്ന ഒരു രാഷ്ട്രീയ മാറ്റമുണ്ട്. നമ്മളത് കാണാതിരിക്കണ്ട. ഈ വടക്കാഞ്ചേരിയിൽ നോക്കിയാൽ കാണാം. സാധാരണ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ച ഇത്ര ആളുകൾ വടക്കാഞ്ചേരിയിൽ ഒത്തുകൂടാറുണ്ടോ? ഇല്ലല്ലോ. ഈ ഒത്തുകൂടിയിരിക്കുന്നവരിൽ കുറച്ചുപേർ ഇതുവരെ നമ്മുടെ യോഗങ്ങളിൽ അങ്ങനെ വന്നിട്ടുള്ളവരാവില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നിട്ടുള്ളവരാവില്ല. നിഷ്പക്ഷമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരോ ഒരു വേള ഇടതുപക്ഷത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുള്ളവരോ ആണ്. എന്നാൽ അത്തരത്തിലുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം ജനത ഈ നാടിന്റെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത് ഈ ചുവന്ന പതാകയുടെ തണലിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയൊരു മാറ്റമുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് എത്ര പേർ വന്നു നേരിട്ട് CPM-ലേക്ക്? എത്ര KPCC സെക്രട്ടറിമാർ, എത്ര മുൻ DCC പ്രസിഡന്റുമാർ, അതിന് താഴെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ നേരിട്ട് വരികയല്ലേ CPM-ലേക്ക്? എന്തിനാണ് അവർ വരുന്നത്? ഒരു ഡിമാൻഡുമില്ലാതെയാണ് വരുന്നത്. അന്തസ്സായി ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. വെള്ളം ചേർക്കാത്ത രാഷ്ട്രീയ നിലപാടുകളുമായി ആരുടെയും മുൻപിൽ തലകുനിക്കാൻ ഇടവരാത്ത വിധം അഭിമാനകരമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. അതിനൊരു അവസരം മതിയാണ്. ആളുകൾ അങ്ങനെ വരികയാണ്. അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ബലാബലങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കും വിധം ഈ 14 ജില്ലകളിലും CPIM-ന്റെ പതാകയ്ക്ക് കീഴിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്, കടന്നു വരികയാണ്. CPIM കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായ കുറച്ച് ആളുകളുടെ മാത്രം പാർട്ടിയല്ല.
വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുകയും വ്യത്യസ്തമായി ചിന്തിക്കുകയും ചെയ്തിരുന്ന മലയാളികളുടെ ആകെ പാർട്ടിയായി കേരളത്തിലെ CPIM മാറുകയും അപ്പോഴാണ് മറുഭാഗത്ത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയമായ പതനത്തിലേക്ക് കോൺഗ്രസ് വീഴുകയാണ്. സഖാവ് ചന്ദ്രബാബു ഇവിടെ പരാമർശിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ചെവിക്കുറ്റി അടിച്ചു പൊളിക്കണം എന്ന് പറയുകയാണ് INTUCയുടെ ഒരു പ്രവർത്തനം. നിങ്ങൾ കേട്ടോ ആ ദൃശ്യം ഇപ്പൊ അങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം മിക്കവാറും INTUC നോക്കും. വേറെ ആരും ആ കാര്യം നോക്കേണ്ട കാര്യമില്ല. എന്താ പ്രശ്നം തുടങ്ങുന്നത് കേരളയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ അതെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. കല്ലിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. APCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം ഒന്നോർത്തോളണം, കല്ലിൽ കടിച്ചവരുടെ എല്ലാം പല്ല് പോയി എന്നല്ലാതെ ചരിത്രത്തിൽ ഇങ്ങനെ വിവരമുള്ളവരാരെങ്കിലും കല്ലിന്റെ പിന്നാലെ കൂടി. കല്ല് നല്ല കാഠിന്യമുള്ള സാധനമല്ലേ? കല്ല് നല്ല കാഠിന്യമുള്ളതാണെങ്കിൽ കല്ലിനെയും കാരിരുമ്പിനെയുംക്കാൾ കാഠിന്യമുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മനസ്സിലാക്കി പോകണം. കളിക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരെ നിങ്ങളുടെ കളിയൊന്നും വേണ്ട. ഭാവി കേരളത്തെയാണ് ഇവിടെ രൂപപ്പെടുത്തുന്നത്. 10-25 കൊല്ലം മുന്നിൽ കണ്ടൊരു വലിയ വികസന പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ആ രേഖ വായിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ വിമർശനങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും അത് പറയാനുള്ള അവസരം ഇപ്പൊ CPM കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിച്ചു. നിങ്ങളൊക്കെ അത് വായിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അങ്ങനെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത് കേരളത്തിന്റെ വികസന പദ്ധതിക്ക് അന്തിമ രൂപം നൽകും. ഇത് മലയാളികളുടെ ആകെ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM. അപ്പോഴാണ് അതിന്റെ മുന്നിൽ വന്നിട്ട് ഇവർ കുറ്റിപ്പിഴുകയാണ്. ഉള്ള ഊർജ്ജം മുഴുവൻ അതിന് ചെലവഴിക്കുകയാണ്. ഇയാളെ വിചാരം ഒരു കുറ്റി പിഴുതു കഴിഞ്ഞാൽ പിന്നെ ഈ റെയിൽ പദ്ധതി ഉപേക്ഷിച്ചു എന്നാണ്. ഈ വിദ്യാസുരന്മാർ ഏത് യുഗത്തിലാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇനി ഒരു പിടികിട്ടാത്തത്. മുൻപൊക്കെ നമുക്കെതിരായി മനോരമാദി മാധ്യമങ്ങൾ ഉയർത്തുന്ന ഒരു വിമർശനത്തിൽ ഒരു കഴമ്പുമില്ല. ഒരു വിമർശനം എന്തായിരുന്നു? CPM-കാർ എന്ന് പറഞ്ഞാൽ വികസന വിരോധികളാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ഇവർ ഈ പട്ടിണി ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. CPIM ഒരു കാലത്തും വികസന വിരോധികളല്ല. വികസനത്തിന്റെ ഗുണഫലം എല്ലാ മനുഷ്യർക്കും ലഭിക്കണം എന്ന നിലപാടെ നമ്മൾ സ്വീകരിച്ചു. ഇപ്പൊ എന്താ വിമർശനം? ഇത്ര വികസനം വേണമെന്നാണ് പറയുന്നത്. ഇത്രയ്ക്ക് വികസനം വേണം, ഇത്ര വേഗം വേണം, വികസനം കൂടിപ്പോയി എന്നാണ് പറയാറ്. CPIM-ന് ഒരു കാഴ്ചപ്പാട്. പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ പെൻഷൻ നമ്മൾ വർദ്ധിപ്പിക്കും, ഗെയിൽ പൈപ്പ് ലൈൻ നമ്മൾ പൂർത്തിയാക്കും, അങ്കണവാടി ടീച്ചറുടെയും ആശാവർക്കറുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കും, K-Fund യാഥാർത്ഥ്യമാക്കും. ഇങ്ങനെ സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിന്റെ ഭൂമികയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട, ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും ആവശ്യമായ ക്ഷേമ പദ്ധതികൾ മുഴുവൻ, ലൈഫ്, വീടില്ലാത്തവർക്ക് വീട്, ദുഃഖവേദനമുള്ളവർക്ക് വേതന വർധനവ്, എല്ലാം ഭംഗിയായി ഈ സർക്കാർ നടപ്പാക്കും. അതോടൊപ്പം ലോകത്തിലെ വലിയ വികസിത രാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കും വിധം എല്ലാ മേഖലയിലുമുള്ള വികസനം, അത് ഗെയിൽ പൈപ്പ് ലൈനാവട്ടെ, K-Fund ആവട്ടെ, K-Rail ആവട്ടെ, നമുക്ക് ഒരു പുതിയ കേരളം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ പാർട്ടി, നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ മുന്നിൽ വഴിമുടക്കികളായി കടന്നു വരുന്നവരെ ചരിത്രം ഒരു ദയയുമില്ലാതെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ സംസ്ഥാനത്ത് എവിടെയും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് ഇന്ത്യയിലെ ഓരോ തരി മണ്ണും കൊള്ളയടിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണം പ്രതിരോധിക്കുന്നതിന് വർഗീയതയ്ക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനുമെതിരായ പോരാട്ടങ്ങൾക്ക് ഊർജം പകരുന്നതായി, പ്രതീക്ഷ നൽകുന്നതായി 23-ാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ മാറും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ CPIM പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ കാരണമായി മാറും. അതോടൊപ്പം കേരളത്തിൽ വെച്ച് നടക്കുന്ന ഈ പാർട്ടി കോൺഗ്രസ് ആ അനുഭവങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, CPIM-നെ ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്തും. നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു കേരളം പണിതുയർത്തുന്നതിനുള്ള ഇന്ധനമായി ഈ പാർട്ടി കോൺഗ്രസ് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടി കോൺഗ്രസിൽ ഉയർത്തുന്നതിനുള്ള രക്തപതാകയ്ക്ക്, പതാക ജാഥയ്ക്ക്
ഇവിടെ വടക്കാഞ്ചേരിയിൽ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് നന്ദി പറയുന്നു. എല്ലാ അത്ലറ്റുകൾക്കും വേണ്ടി മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.